മാലിന്യമുക്ത നവകേരള പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഓച്ചിറയിൽ ഗ്രാമപഞ്ചായത്ത് തല ശില്പശാല നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. അത് വളരെയധികം കൂടുതലാണ്. നമ്മൾ എത്രത്തോളം ബോധവൽക്കരണം നടത്തുന്നു അത്രത്തോളം തന്നെ അവർ ഈ വലിച്ചെറിയൽ നടത്തുന്നത്. ഏറ്റവും കൂടുതലായിട്ട് വലിച്ചെറിയത് സ്നഗ്ഗിയാണ്. സ്നഗ്ഗി കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഡയപ്പർ അടക്കം കവറുകളിൽ കെട്ടി അത് കൊണ്ടുവന്ന് എവിടെയായിരുന്നു ഓടകളിലേക്കൊക്കെയാണ് നിക്ഷേപിക്കുന്നത്. അതിങ്ങനെ കിടന്ന് അതൊരിക്കലും നശിച്ചു പോകാത്ത സാധനമാണ്. അതിങ്ങനെ ജീവിച്ച് വെള്ളം. മാർച്ച് 31-ന് സമ്പൂർണ്ണ ശുചിത്വം പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായാണ് ശില്പശാല നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥതല ചർച്ചകൾക്ക് ശേഷം CDS, ഹരിതകർമ്മസേന, വിവിധ ഉദ്യോഗസ്ഥ മേധാവികൾ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ കൂടിയാലോചിച്ച് സമയബന്ധിതമായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി പദ്ധതി വിജയകരമായി പൂർത്തിയാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. 2 കോടി രൂപയുടെ വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിക്കും. ശില്പശാലയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത നാടാക്കി പ്രഖ്യാപിക്കേണ്ട ദിവസം ഇത് കോടതിയും ഗവൺമെന്റും പറഞ്ഞത് ഗവൺമെന്റിനും കോടതിക്കും വേണ്ടി മാത്രമല്ല. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷമതകൾക്ക് ഏറ്റവും വലിയ പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ്. മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളത് ഒരു പൗരന്റെ ആവശ്യകതയാണ്, അവന്റെ കടമയാണ്, അവന്റെ കർത്തവ്യമാണ്. അത് പ്രായോഗിക തലങ്ങളിൽ നടക്കുന്നില്ല എന്നുള്ളതിന്റെ യാഥാർത്ഥ്യമാണ് ഇന്നുണ്ടാകുന്ന സാംക്രമിക രോഗങ്ങൾ മുഴുവൻ. RD പത്മകുമാർ, E ലത്തീഫ ബീവി, സരസ്വതി, സുജേത, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി വത്സല തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.